ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ചുട്ടെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കാഷ്നട്ട് ഫ്രൈ. ഞാൻ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പറക്കിയ കുറച്ച് കശുവണ്ടിയാണിത്. നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. മഴയൊക്കെ പെയ്തുകൊണ്ട് ഇതിന് കളറൊക്കെ കുറച്ച് കുറവാണ്. അതാണ് ഇതിന് കുറച്ച് കറുത്ത നിറമുള്ളത്. ഇത് ചുട്ടെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. അതിന് കാരണം ഇതിനകത്തൊരു കറയുണ്ട്. ഇത് ചുടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിലെ കറ ചുടുമ്പോൾ ദേഹത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ കറ വീണ് കഴിഞ്ഞാൽ ദേഹത്ത് പൊള്ളൽ ഉണ്ടാവും. ഇത് ചുടാൻ നമ്മളിപ്പോൾ കുറച്ച് ഓലക്കാലും കട്ടിയുള്ള പേപ്പറുമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ ഒരുപാട് കശുവണ്ടി ഒരേ സമയത്ത് ചുട്ടെടുക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മളൊരു 10-20 കശുവണ്ടി ചുടാൻ പോവുകയാണ്. ആദ്യം ഒരു വശം ചുട്ടെടുക്കുക. ഒരുപാട് തീ ആകരുത്. തീ ഒരുപാടായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു വശം ചുട്ട് കഴിയുമ്പോൾ തീ അണച്ച ശേഷം അടുത്ത ഭാഗം ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം. ചൂടുള്ള സമയത്ത് ഒരു കാരണവശാലും ഇതിൽ പിടിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു കറയുണ്ട്. അത് കയ്യിൽ പറ്റിയാൽ തൊലിയുടെ കളർ മാറും. ചുട്ടെടുത്ത കശുവണ്ടി നല്ലതുപോലെ ചൂടാറിയ ശേഷം നിരപ്പുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് പൊട്ടിച്ചെടുക്കണം. ഒരുപാട് ഭാരമുള്ള വസ്തു കൊണ്ട് വലിച്ചടിക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ കശുവണ്ടി പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വളരെ സാവധാനം ഇത് പൊളിച്ചെടുക്കുക. ഇത് ചുടുവാനും പൊട്ടിക്കുവാനും വീട്ടിലെ മുതിർന്നവർ സഹായിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചുട്ട് പൊളിച്ചരിയുമ്പോൾ ഇതിനകത്ത് വീണ്ടും ഒരു തവിട്ട് നിറത്തിലുള്ള പാട കാണാം. ചൂടോടെ തന്നെ ഈ പാട നീക്കം ചെയ്യണം. മഴക്കാലമായാൽ ഈ കശുവണ്ടിക്കകത്ത് ഇതിനകത്ത് വെള്ളം കയറുകയും ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടമാവുകയും ചെയ്യും. മാത്രമല്ല, ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. പറമ്പിൽ കശുവണ്ടി ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണം. സാധനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ.